ഇനി ചില ടെക്നിക്സ് പഠിക്കുകയാണ്. അതിന് മുമ്പേ ചില ടേംസ്. ഒന്നാമത്തത് ഡയമെൻഷണൽ ഇക്വേഷൻ. എഴുതി വെച്ചോളൂ. Dimensional equation is the expression representing the physical quantity and their dimensional formula. So for example, ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് m⁻⁴ L³ T⁻�0. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. അപ്പോൾ ആക്സിലറേഷൻ, dimensional formula for acceleration is equal to m⁻⁴ L⁻⁻². L⁻⁴ T⁻⁻². For dimensional formula for force equal to m L T⁻⁻². ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. Principle of homogeneity states that the dimension of fundamental quantity on both sides of an equation will be same. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് നമ്മുടെ കയ്യിൽ വലതുഭാഗത്തെ ഡയമെൻഷൻ mLT⁻², m⁻⁴ L⁻⁴ T⁻⁻². ഇപ്പുറത്തെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ m⁻⁴ L⁻B T⁻C. അത് നമുക്കറിയില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഡയമെൻഷൻസ് നമുക്കറിയില്ല, റൈറ്റ് ഹാൻഡിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ പവർ അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയിരിക്കും. ഉദാഹരണത്തിന് അപ്പം നമുക്ക് പറയാൻ പറ്റും A = 1 ആയിരിക്കും, B = 1 ആയിരിക്കും, C will be equal to -2 ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷണൽ ഫോർമുല. ഇനി ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ചില ടെക്നിക്കുകൾ പഠിക്കാൻ പോവാണ്. ആ ടെക്നിക്കിൻ്റെ പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസ്. നമ്മളൊരു ഇക്വേഷനെ അനലൈസ് ചെയ്യാൻ പോവാണ്. ഡയമെൻഷൻ അനാലിസിസിന് 3 അപ്ലിക്കേഷൻസ് ആണുള്ളത്. എഴുതി വെച്ചോളൂ. ഒന്ന്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. 2, to convert from one unit to another unit. To convert from one unit to the another unit. മൂന്നാമത്തത്, to obtain the general form of an equation. To obtain the general form of an equation. ഇങ്ങനെ 3 അപ്ലിക്കേഷൻസ് ആണ് ഡയമെൻഷണൽ അനാലിസിസിനെ കൊണ്ട് നമുക്കുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അപ്പോൾ എഴുതി വെച്ചോളൂ. ഹെഡിങ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അതിൻ്റെ ചോട്ടിൽ എഴുതുക, ഇഫ് ആൻ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്, then the dimensional formula for LHS and dimensional formula for RHS will be same. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ്റെ ഇടതുഭാഗത്തെ ഡയമെൻഷണൽ ഫോർമുലയും വലതുഭാഗത്തെ ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആയിരിക്കും. നോക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷനാണ് E = mc², അല്ലേ? വേർ E = എനർജി, m = മാസ്, C = വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഫിസിക്സ് അറിയാത്ത ആൾക്കാർക്ക് പോലും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. അത്രയും പ്രചാരം കിട്ടിയ ഇക്വേഷനാണ്. നമുക്ക് നോക്കാം. ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS എന്താ? എനർജി. എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല
നേരിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ എടുത്ത ലിസ്റ്റിലുണ്ട് ml square t raised to minus 2. Any dimensional formula for of RHS? Dimensional formula for RHS ഏതാ? mc square. m എന്താ? m is mass. m raised to 1 into c square l t raised to minus 1. അതാണ് velocity and the whole square. So that will be m raised to 1 l square t raised to minus 2. So dimensional formula of LHS equal to dimensional formula of RHS. So equation is dimensionally correct. Equation is dimensionally correct. Okay. ഇനി ഒരെണ്ണം നോക്കാം. S equal to ut plus half at squared. ശരി, ഇതാണ് ശരിയായ ഇക്വേഷൻ. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. Dimensional formula of LHS equal to m raised to 0 l raised to 1 because this is displacement. Displacement is length only. T raised to 0. Okay. If I say this as term 1, dimensional formula of ut എന്താ വരിക? ut എന്താ വരിക? l t raised to minus 1 into t. That is L. Okay. Dimensional formula of half at squared equal to half in unit illa L t raised to minus 2 into t square. That will be equal to again L. ഇനി നിങ്ങൾക്ക് എഴുതാം dimensional formula of LHS is equal to dimensional formula of each term of RHS. So the equation is dimensionally correct. ഇനി കറക്റ്റ് അല്ലാത്തൊരു ഇക്വേഷൻ വെറുതെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ പെട്ടെന്നൊരു ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ജി എച്ച് സ്ക്വയർ എന്ന് ഒരാൾ പറഞ്ഞു വിചാരിക്കുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് സ്ക്വയർ, where m is the mass, g is the acceleration due to gravity, h is the height. ഒരാൾ പറഞ്ഞു വിചാരിക്കുക. So what is the dimensional formula of LHS? LHS potential energy ആണ്. Energy ml square t raised to minus 2. Now dimensional formula of RHS equal to m and g is l t raised to minus 2. Height is length, so L square. So that is equal to m L cube t raised to minus 2. അപ്പോൾ നമ്മൾ അവിടെ പറയും dimensional formula of LHS not equal to dimensional formula of RHS. Ready? അതുകൊണ്ട് അത് ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് പാഠത്തിലെ ഏത് ഇക്വേഷൻസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. റൈറ്റ്? യു ക്യാൻ see whether an equation is dimensionally correct or not by using this test. Okay.